ഈ വീക്കെൻഡ് അപ്പൂസ് ഞാനും കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് ഒരു റിസോർട്ടിൽ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. കോളം സൈഡിലുള്ള ഒരു റിസോർട്ടിലേക്കാണ് ഞങ്ങൾ പോയത്. അതിൻ്റെ പേരും കാര്യങ്ങളൊക്കെ പിന്നെ പറയാം. അപ്പോൾ ലഞ്ചിൻ്റെ ടൈമിലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ കാണുന്നത് കേട്ടോ. ഉച്ചയ്ക്ക് 1 മണിക്കാണ് ഇവിടെ ബുഫേ ലഞ്ചായിരുന്നു നമുക്ക് പറഞ്ഞിരുന്നത്. ഫ്രൈഡ് ചിക്കൻ, നല്ല നാടൻ ചിക്കൻ ഫ്രൈ ആയിരുന്നു കേട്ടോ. അതായിരുന്നു ഉണ്ടായിരുന്നത് നോൺ വെജ് സ്റ്റാർട്ടറായിട്ട്. പിന്നെ ഗ്രീൻ സാലഡ്സും അല്ലാത്ത കുറച്ച് സാലഡ് ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ മുളപ്പിച്ച പയറും പോമഗ്രനേറ്റും ഒക്കെ ഇട്ടിട്ട് ഉള്ള ഒരു സാലഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ അച്ചാറും നാരങ്ങയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചിക്കൻ ആപ്പിളും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള വേറൊരു സാലഡും കൂടെ ഉണ്ടായിരുന്നു. അതായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കനും ഒക്കെ ആയിരുന്നു. പിന്നെ സൂപ്പ് ഇഷ്ടമെന്നുള്ളവർക്ക് ബ്രൊക്കോളി ആൽമണ്ട് സൂപ്പ് ഉണ്ടായിരുന്നു, വെജിറ്റേറിയൻ ആയിട്ടുള്ള ആൾക്കാർക്ക്. അങ്ങനെ ഞാൻ കുറച്ച് സാലഡും കാര്യങ്ങളൊക്കെ ഒരു സൈഡിൽ എടുത്തു വെച്ചു. ആദ്യം നമ്മൾ കീഴ്വഴക്കം എന്ന് പറയുന്നത് സൂപ്പ് കുടിച്ച് തുടങ്ങണമെന്നാണല്ലോ. അങ്ങനെ ചിക്കൻ്റെ ഒരു സൂപ്പാണ് എടുത്തത് കേട്ടോ. ചിക്കൻ വിത്ത് കറി ലീവ്സ് സൂപ്പായിരുന്നു. പരിപ്പിൽ ചിക്കൻ ഇട്ട പോലത്തെ ഒരു ഫീലായിരുന്നു എനിക്ക് കിട്ടിയത്. അത് കഴിഞ്ഞ് സൂപ്പ് ഫിനിഷ് ചെയ്തു. അടുത്തത് സാലഡിൻ്റെ ഊഴമായിരുന്നു. നേരത്തെ പ്ലേറ്റിൽ സൈഡിൽ എടുത്ത് വെച്ചിരുന്ന സാലഡ്. എനിക്ക് സാലഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ക്യാരറ്റും തക്കാളിയും അതുപോലുള്ള സംഭവങ്ങളൊക്കെ ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞ് മെയിൻ കോഴ്സിലേക്ക് കടന്നു. ആദ്യം തന്തൂരി റോട്ടി, നേരത്തെയുള്ള ചിക്കൻ ഫ്രൈ എടുത്ത് വെച്ചിരുന്ന അതൊക്കെ കൂടെ ആയിട്ട് മിക്സ് ചെയ്ത് അങ്ങോട്ട് കഴിക്കാൻ തുടങ്ങി. ഇതെല്ലാം കഴിഞ്ഞിട്ട് മെയിൻ കോഴ്സിലേക്ക് പോയി. മെയിൻ കോഴ്സ് വെച്ചിരുന്നത് കുറച്ച് നല്ല സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുട്ടനാടൻ ഫിഷ് കറി അതുപോലുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല കുടംപുളിയൊക്കെ ഇട്ടിട്ടുള്ള മീൻ കറിയായിരുന്നേ. പിന്നെ ചിക്കൻ്റെ ഗീ റോസ്റ്റ് ചിക്കൻ എന്ന് പറഞ്ഞിട്ട് നെയ്യിൽ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ള ചിക്കൻ, അതായിരുന്നു അത് സംഭവം. അത് ഏകദേശം തീർന്ന മട്ടായിരുന്നു ഞാൻ ഫുഡ് എടുത്ത് തുടങ്ങുമ്പോൾ. പിന്നെ വെജ് ആവശ്യമെന്നുള്ളവർക്ക് നീലഗിരി വെജ് കുറുമ പോലത്തെ സംഭവങ്ങളുണ്ടായിരുന്നു. പനീർ കടായി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ദാൽ ഫ്രൈ എന്ന് പറഞ്ഞൊരു സംഭവം. ദാൽ ഫ്രൈ എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളികൾക്ക് നല്ല പരിപ്പ് കറി, അതായിരുന്നു ഉണ്ടായിരുന്നത്. ചൈനീസ് ഡിഷ് ഇഷ്ടമെന്നുള്ളവർക്ക് ഗോബി മഞ്ചൂരിയൻ ഉണ്ടായിരുന്നു. പിന്നെ വെജ് ഫ്രൈഡ് റൈസാണ് ഉണ്ടായിരുന്നത്. ചിക്കൻ ബിരിയാണിയോ വെജ് ബിരിയാണിയോ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ലായിരുന്നു. കേരള റൈസും കേരളത്തിലല്ലാത്തവർ കഴിക്കുന്ന റൈസുണ്ടല്ലോ, ചെറിയ റൈസ്, അതുമൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ കേരള റൈസും കുടംപുള്ളിയിട്ട മീൻകറിയൊക്കെ ആയിട്ട് നല്ലൊരു ഊണൊക്കെ അങ്ങ് കഴിച്ചു. അതിനുശേഷം സ്വീറ്റ് സെഷനിലേക്കാണ് പോയത്. സ്വീറ്റ് സെഷനിൽ ഒരു 3 ഐറ്റംസ് ഉണ്ടായിരുന്നു. ഒരു ചെറിയ ചോക്ലേറ്റ് കേക്ക് പോലത്തെ സാധനം ഉണ്ടായിരുന്നു, ഫ്രൂട്ട് സലാഡ് ഉണ്ടായിരുന്നു, ഐസ്ക്രീം ഉണ്ടായിരുന്നു. പിന്നെ പാലട പ്രഥമൻ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മലയാളികളുടെ സ്റ്റൈലൊരു പായസമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇതെല്ലാമായിട്ട് ഉള്ള ഒരു പാക്കേജായിരുന്നു ഇവിടുത്തെ ലഞ്ച് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിനെല്ലാം കൂടെ നമുക്ക് വന്ന പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2400 രൂപയാണ്.